എല്ലാവർക്കും നമസ്കാരം. ചിത്തിര അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ 2026 പുതുവർഷ ഫലങ്ങളെ നോക്കാം. 6ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം തകർത്തെറിയും. അതിനോടൊപ്പം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 9ലെ വ്യാഴം ഭാഗ്യം കൊണ്ടുവരും. അതേസമയം 5ൽ നിൽക്കുന്ന രാഹു പ്രണയത്തിലും മക്കളുടെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ടാക്കുമോ എന്നും ജൂൺ മാസത്തിൽ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് മാറുന്നത് ജോലിയിൽ അമിത ഭാരം തരുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ശനിയുടെ സഞ്ചാരത്തെക്കുറിച്ച് നോക്കാം. 6ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം മൂലം നിങ്ങളെ എതിർക്കുന്നവർ താനെ പിന്മാറും. എത്ര വലിയ കടമാണെങ്കിലും അത് തീർക്കാനുള്ള വഴികൾ തെളിയും. ഇൻ്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും വിജയം നേടാൻ സാധിക്കും. ജൂൺ 1 വരെ വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇത് ദൈവാനുഗ്രഹമുള്ള സമയമാണ്. ഈ കാലയളവിൽ ആത്മീയ യാത്രകളും വിദേശ യാത്രകളും പോകാൻ സാധിക്കും. പിതാവിൽ നിന്നും പൂർവിക സ്വത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ഏത് കാര്യം തുടങ്ങിയാലും അതിൽ വിജയം നേടാൻ സാധിക്കും. ജൂൺ 2 വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ അധികരിക്കും. വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. ഡിസംബർ 5 വരെ 5ാം ഭാവ രാഹു ചിന്താക്കുഴപ്പമുണ്ടാക്കും. പല കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠയുമുണ്ടാകും. ഗർഭിണികൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ അമിതമായി പണം മുടക്കരുത്. അതേസമയം 11ലെ കേതു സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 എല്ലാം നേടുന്ന വർഷം എന്ന് വിശേഷിപ്പിക്കാം. കാരണം 6ാം ഭാവത്തിലെ ശനിയും 9ലും 10ലുമായി സഞ്ചരിക്കുന്ന വ്യാഴവും നിങ്ങൾക്ക് വലിയ വിജയങ്ങളെ നൽകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച സമയമാണിത്. വിദേശത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കും. കടുപ്പമേറിയ പരീക്ഷകളിൽ പോലും വിജയം നേടാൻ സാധിക്കും. ജൂൺ 2 ശേഷം പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. പഠിച്ചിറങ്ങുമ്പോഴേക്കും നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കും. 6ൽ ശനി നിൽക്കുന്നതുകൊണ്ട് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവില്ല. ആരെങ്കിലും പാര വയ്ക്കാൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ വിനയായി മാറും. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണിത്. ജൂൺ മാസത്തിന് ശേഷം ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കും. പക്ഷേ ചിലർക്ക് അതോടൊപ്പം സ്ഥലം മാറ്റവും ഉണ്ടാകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളെ പിന്നിലാക്കി മുന്നേറാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 2026 വളരെ സുരക്ഷിതമാണ്. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാനും ലോണുകൾ അടച്ചു തീർക്കാനും സാധിക്കും. ജൂൺ മാസം വരെ 9ലെ വ്യാഴം പണം കൊണ്ടുവരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 5ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പണക്കാരാകാമെന്ന് പറഞ്ഞു വരുന്ന തട്ടിപ്പുകളിൽ ചെന്ന് ചാടരുത്. ഷെയർ മാർക്കറ്റിൽ വലിയ റിസ്ക് എടുക്കരുത്. ഇനി പ്രണയം, കുടുംബം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നാൽ 5ാം ഭാവത്തിലെ രാഹു പ്രണയബന്ധങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുക. കാരണം ചതിക്കപ്പെടാനും സാധ്യതയുള്ള സമയമാണിത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2026 തുലാക്കൂറുകാർക്ക് അനുകൂലമാണ്. 6ലെ ശനി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പഴയ അസുഖങ്ങളെല്ലാം മാറും. എങ്കിലും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഈ വർഷം ഉണ്ടാകാം. ഇനി നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. ചിത്രനാളുകാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ശനിയുടെ അനുഗ്രഹത്താൽ നടക്കും. ചോദ്യനാളുകാർക്ക് മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ കൂടും. കലാരംഗത്തുള്ളവർക്ക് വലിയ അവസരങ്ങൾ വന്നു ചേരും. വിശാഖം നാളുകാർക്ക് ജൂൺ വരെ വളരെ മികച്ച സമയമാണ്. വിദേശയാത്ര പോകാൻ സാധിക്കും. ഇനി പരിഹാരങ്ങളെക്കുറിച്ച് നോക്കാം. രാഹുദോഷം മാറാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഐശ്വര്യം നൽകും. രാഹുകാലത്ത് ദുർഗാദേവിക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 തുലാക്കൂറുകാർക്ക് ഒരു സുവർണ്ണ വർഷമാണ്. ഇത്രയും നല്ലൊരു ശനിമാറ്റം നിങ്ങൾക്ക് അടുത്തൊന്നും കിട്ടില്ല. കടങ്ങൾ തീർക്കാനും കരിയറിൽ സെറ്റിലാകാനും ഈ അവസരം ഉപയോഗിക്കുക. രാഹു ഉണ്ടാക്കുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങളെ ബുദ്ധിപൂർവ്വം നേരിട്ടാൽ 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.